സാധനങ്ങളൊക്കെ ഒന്നിൽ മേലെ ഒന്നിലധികം വിലയാണ്. ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ ഉൾക്കടലിൽ പോകാൻ പറ്റുന്നില്ല. മണ്ണെണ്ണയുടെ പ്രശ്നം ഒന്ന് ഏറ്റവും ഈ ബോട്ട് വള്ളങ്ങൾ കെട്ടുമ്പോൾ 1.5 ലക്ഷം രൂപയുടെ വള്ളം 1.25 ലക്ഷം രൂപ വള്ളം ഇപ്പോൾ വന്നിട്ട് 2.25 ലക്ഷം രൂപ ചോദിക്കുക. ഈ മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി ജീവിക്കാനാണ്? ഞങ്ങൾക്ക് മത്സ്യ മേഖലയിൽ പണിയില്ലാതെ ഞങ്ങൾക്ക് കരയിലോട്ടുള്ള ഒരു ഉപജീവന മാർഗവും മത്സ്യത്തൊഴിലാളികൾക്ക് അറിയില്ല. കടലമ്മ ഉണ്ടെങ്കിലേ ഞങ്ങൾ ജീവിക്കുകയുള്ളൂ. ഇതേപോലെ ഇങ്ങനെ കിടക്കുക. പാവത്തുങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല, കോടീശ്വരന്മാർക്കേ ഉള്ളൂ ഇവിടെ ജീവിതം. ഇവിടെ ഞങ്ങൾ പെടുന്ന പാടൊന്നും പറയില്ല, എടുത്തെടുത്ത് തട്ടുക, വലിച്ചു വാരി എറിയുക. പാവപ്പെട്ട ഞങ്ങൾക്ക് വീട് പോലും ഇല്ല. ആ ഇതിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കാല് വയ്യാത്ത 2 മക്കളെ പോറ്റാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കിടക്കാൻ ഒരു വീട് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് വീട് പോലും ഇല്ലാത്ത അവസ്ഥ ഞങ്ങൾ കിടന്ന് കഴിയുന്നത്. അത്രയ്ക്കും വേണ്ടി ഞങ്ങൾ കിടന്ന് അനുഭവിച്ചതാണ് ഇവിടെ കിടന്ന്. ഇത് വന്നിട്ട് ഇത് വിൽക്കാൻ പോലുള്ള അനുവാദം ഇവിടെ ഇല്ല. അത്രയ്ക്കും വേണ്ടി അനുഭവിച്ചതല്ലേ. ഞങ്ങൾ ആ കാലുവയ്യാത്ത മക്കളെ കൊണ്ട് വയ്യോരത്താണ് കിടക്കുന്നത്. വാടകയ്ക്ക് കിടക്കാനുള്ള, വാടകയ്ക്ക് കൊടുക്കാനുള്ള പോക്കൊന്നും ഇല്ല. പിന്നെ ഇത് വന്നിരിക്കുന്നത് എനിക്ക് ഹാർട്ടിനുള്ള ഓപ്പറേഷൻ ചെയ്ത ഞാനാണ്. അതുകൊണ്ട് ഈ പിച്ച പാത്രത്തിൽ കിട്ടുന്നുണ്ട് ഞങ്ങൾ മരുന്നും അതിൻ്റെ ജീവിത മാർഗവും കഴിഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം 3000 എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ 1600 ആക്കി. ആദ്യമേ ഭരിച്ച സർക്കാർ കൊടുത്തത് തന്നെ, വേറെ ഒന്നുമില്ല. ഒരു ഭവനം ഇല്ലാതെ 42 വർഷം കൊണ്ടേ വാടക വീട്ടിൽ കിടക്കുക, വേറെ ഒരു ഫലവും ഇല്ല. ഇത് തന്നെ ഉള്ളൂ. എല്ലാം എഴുതി കൊടുത്തിട്ട് ഈ 46 വർഷം കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരിടത്തുനിന്ന് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും മരിച്ച് വാടക കൊടുത്ത് മുടിഞ്ഞ് എവിടെയെങ്കിലും ഒരു ഭവനം കിട്ടിയാൽ കിടന്നുറങ്ങാം. തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും അവിടെ കിടക്കാം.